സൂര്യനാഥം പറയുന്നത്. ശരീര അവയവങ്ങൾ, ദശനാഡി, ദശവായുക്കൾ തുടിപ്പിൽ പ്രവർത്തിക്കുന്നത് തമിഴിലിരുന്ന് എടുത്ത് മലയാളത്തിൽ പറയുന്നത്. 36 തത്വം എല്ലാവരും പറയും. 36 തത്വം എന്ന് ലോകത്തിൽ ഈ 36 തത്വം ഉള്ളത് കൊണ്ടാണ് ഓരോരോ മനുഷ്യരിലും ജനനം ഉണ്ടാകുന്നത്. ഇതേ 36 തത്വങ്ങളാണ് ഗ്രന്ഥങ്ങളിൽ ഉള്ളത്. ഒന്നാമത് നമ്മുടെ ശരീരത്തിൽ 36 തത്വം കല്യാണം കഴിഞ്ഞവർക്ക് ഉള്ളത്. ചിലർ പറയും സാധനങ്ങൾ പെണ്ണുങ്ങളുടെ തുണീൻ്റെ ഉള്ളിലിരിക്കുന്നത് ആണുങ്ങളുടെ ഉള്ളിലിരിക്കുന്നത് ആഘോഷമായി പറയും. ഇവിടെ അങ്ങനെയല്ല. അനുഭവമുള്ളവർക്ക് അറിയാം. ഇവിടെ പറയുന്നത് മനസ്സിലാക്കുക. 36 തത്വം എന്നാൽ ഭാര്യാബന്ധം പുലർത്തുന്നത് ചൂടിൽ കഴിയുകയില്ല, നല്ല കാറ്റിൽ കഴിയുകയില്ല, തണുപ്പിൽ കഴിയുകയില്ല. അപ്പോൾ അതിന് ഒരു സമയകാലമുണ്ട്. അത് പഞ്ചഭൂതം 5. അതിൻ്റെ ഉള്ളിലാണ് നാം പ്രവർത്തിക്കുന്നത്. ആ ഭൂമിയിൽ പഞ്ചഭൂതം 5. ആ 5-ന് ശരീരം വേണം. അതിൽ കർമ്മേന്ദ്രിയം പ്രവർത്തിക്കുന്നത്. നേരത്തിൽ ഭാര്യയോട് ഇണയുമ്പോൾ ഉള്ള ഓരോരോ തത്വങ്ങളെയാണ് പറയുന്നത്. അടുത്തത് ജ്ഞാനേന്ദ്രിയം, കർമ്മേന്ദ്രിയം, ജ്ഞാനേന്ദ്രിയം. അത് വിസ്തരിച്ച് പറയുകയാണെങ്കിൽ ആണ് സ്ത്രീനെ തൊടുന്നത് ശരീരം കൊണ്ട്, മുഖം കൊണ്ട്. അതിന് അന്ധകരണമായ 4 അവയവങ്ങൾ. 1 ശരീരം, ബുദ്ധി, മനസ്സ്, അഹങ്കാരം. 3 ശക്തി. മൂലപ്രകൃതി അത് കണ്ണിൽ, കറുത്ത് കണ്ണിൻ്റെ മണീൻ്റെ ഉള്ളിൽ ഒരു സാധനം നമുക്കുണ്ട്. അത് ജനിച്ച അന്ന് തൊട്ട് മരിക്കുന്നത് വരെ ആ മൂലപ്രകൃതി ഉള്ളത്. അതാണ് നാം ഓരോന്നിനും മൂലമായിട്ട് തുടക്കം കുറിക്കുന്നത്. മൂലപ്രകൃതി രാഗം, അതേത് ശരീരത്തിനോട് തൊടുമ്പോഴുള്ള ആ എന്നുള്ള ആ മൂളൽ. പുരിടൻ കണ്ണ്, വലത് കണ്ണ്, ഇടത് കണ്ണ്. അത് അവസാനം ചുമക്കുന്നത് വരെ ഉള്ളത്. കല, പുതുമ ഉണ്ടാക്കുന്നത്. ഓരോരോ നേരം കാമത്തിൽ ബന്ധം പുലർത്തുമ്പോൾ പുതുമ, ചിന്താഗതി, പുതിയ പുതിയ രൂപങ്ങൾ, മനസ്സിൽ മാറുപെടുന്ന മാറ്റങ്ങൾ. നിയതി, ആഹാര കുടലിലുള്ള ആ ചൂട് തണുപ്പാകുന്നത്, ശരീരച്ചൂട്, ആ ഇൻട്രസ്റ്റിങ്. അത് അന്നക്കുടലിലിരുന്ന് നെറ്റി വരെ എത്തി ചൂട്, നെറ്റിച്ചൂട്. നിയതി. കാലം, അതിന് സാഹചര്യമൊത്ത ആ സമയം. നട റോട്ടിൽ വെച്ച് നടക്കുകയില്ലല്ലോ, അങ്ങാടിയിൽ പോകുമ്പോൾ. അതിപ്പോൾ കാലം. ശുദ്ധവിദ്യ, ശരീരം ചൂടായി അരുൾ, ശരീരം ശുദ്ധവിദ്യ, പഠിത്തം, ഇന്ദ്രിയം ചൂടായി സകല ശരീരത്തിലുള്ള അവയവങ്ങളെ ചൂടാക്കി, നാറ്റം, എല്ലാ അവയവങ്ങളെയും, പഴുപ്പ്, മുറിവുണ്ടെങ്കിൽ, പനിയുണ്ടെങ്കിൽ അതിനെയൊക്കെ ചൂടാക്കി വരുന്നത് ശുദ്ധവിദ്യ, ഒന്നാക്കുന്നത്. ഈശ്വരം എന്ന് പറയുമ്പോൾ നാം പുറമേ ഉള്ളതിനെ ഇന്ന് എല്ലാവരും പറയുന്നു. ഈശ്വരം, സ്വരം ശബ്ദം,
ഈ സ്വരം മുഖത്തിലിരുന്ന് ഉത്ഭവ ശബ്ദം സ്വരം. ഈ അക്ഷരം തമിഴിൽ അതിനെക്കുറിച്ച് പറയുമ്പോൾ മുഖത്തിനെക്കുറിച്ച് ആ അക്ഷരം പറയുന്നു. അപ്പോൾ മൂളുന്നത് എന്ന് നിങ്ങൾ ബന്ധപ്പെടുമ്പോൾ മൂളുന്ന ആ ഈ സ്വരം മുഖത്തിലിരുന്ന് മുഖശക്തി മുഖലഹരിയിൽ ഉണ്ടാകുന്ന ആ കാമ ശബ്ദം. സദാഖ്യം എപ്പോഴും നിങ്ങൾ ശരീരത്തിലിരുന്ന് അനക്കുന്നത്. ബിന്ദു ശരീര അവയവങ്ങളൊക്കെ ശുക്ലം പോകാൻ ബാക്കിയുള്ളതൊക്കെ ഒഴിവാക്കി കൊടുക്കുന്നത്. ബിന്ദുവും ശുക്ലമും 2 നേരമായിട്ട് പോകും. ഏത് മൂത്രം ഒഴിക്കുവാൻ മുട്ടി നിന്നാലും ബിന്ദു പോകുന്ന സമയത്ത് നാദം പോകുന്ന സമയത്ത് ബിന്ദു ഒഴിവാക്കി കൊടുക്കും. നാദം ഇന്ദ്രിയം ശുദ്ധമായ. നിങ്ങൾ ഭാര്യ ഭർത്താവ് ഇണയുമ്പോൾ ശുക്ലം ത്രസിക്കുമ്പോൾ ആ സമയത്തിൽ ശരീരം അരുളായി നിൽക്കുന്നത്. ആ അരുൾ വേറെ ഒരു ചിന്തയുമില്ലാതെ അരുൾ തുടിപ്പ്. ആ ശുദ്ധമായ അരുൾ തുടിപ്പായി ശരീരം നിൽക്കുമ്പോൾ മായ. അപ്പോൾ വലത് കണ്ണ് കണ്ണ് കുറവും പല ആ സമയ നോട്ടം നിങ്ങൾക്ക് ചിന്തിക്കാം. ആ സമയത്ത് സദാശിവൻ ദൈവമല്ല. നെറ്റിയിൽ ചിന്തിക്കൽ, നടുനെറ്റിയിൽ എപ്പോഴും തുടിപ്പ്, ഓർമ്മ തുടിപ്പ്. അവിടെ ആ സമയം ഒറ്റ ചിന്തയിൽ മാറി നിൽക്കുന്നത്. പരാശക്തി വനപ്പാറ്റൽ, വനത്തിലിരുന്ന് കളിക്കുന്ന ആകാരശക്തി. ഇന്ദ്രിയം പെൺശക്തി. ആ സമയം നിങ്ങൾ മുഖത്തിനോട് മുഖം പെരുമാറ്റം. ശക്തി. ആ ഇന്ദ്രിയം പോകുമ്പോൾ ശരീരത്തിനോട് ശരീരം ബലം കൂട്ടുന്നത്. നേരിട്ട് പറയാതെ നിങ്ങൾക്ക് അനുഭവത്തിൽ മനസ്സിലാകുന്നത് ശിവൻ. അപ്പോൾ ശുക്ലം ത്രസിക്കും. ത്രസിക്കുന്നത് എന്തിനാണ്? അടുത്ത ജനനത്തിന്. അപ്പോൾ നിങ്ങളുടെ കാമക്കേളിയിൽ അടുത്ത ജനനത്തിന് ജീവനിലിരുന്ന് മറുജീവൻ ഉണ്ടാക്കുന്നത്. ജീവൻ നിങ്ങളിലിരുന്ന്, മറുജീവൻ ഗർഭപാത്രത്തിലിരുന്ന് ചൂടിൽ കൂടി അടുത്ത ജീവൻ ഉണ്ടാക്കുന്നത് ശിവൻ. ജീവൻ ശിവനാക്കുന്ന അടുത്ത ജനനത്തിന്. ഇതിനെയാണ് 36 തത്വം പറയുന്നത്. അത് നമുക്ക് ജീവിക്കുവാൻ ശരീരസുഖത്തിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇതേ 36 തത്വമാണ് ഗ്രന്ഥങ്ങളിൽ കാണുന്നത്. അത് വേറൊരു വശത്തിൽ പറയാം.